നമസ്കാരം. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഗാസയിൽ വലിയ തോതിൽ ഇപ്പോൾ പട്ടിണി നിലനിൽക്കുന്നതായിട്ടാണ് ആരോപണങ്ങൾ ഉയരുന്നത്. പല രാജ്യങ്ങളും സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു തുർക്കി ടെലിവിഷൻ ചാനൽ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ അവിടേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി ട്രക്കുകൾ എത്തുമ്പോൾ ആൾക്കൂട്ടം വലിയ തോതിൽ ഓടിയെത്തി ഈ ഭക്ഷണ സാധനങ്ങൾ തന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാഴ്ചയിൽ തന്നെ അരോചകമായിട്ടാണ് തോന്നുന്നത്. കാരണം ആളുകൾ എത്രമാത്രം പട്ടിണി കിടക്കുന്നു എന്നുള്ളതിന് സൂചനയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ആളുകളുടെ തള്ളിക്കയറ്റം മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇസ്രായേൽ ആകട്ടെ തങ്ങൾക്ക് നേരെയുള്ള ആരോപണങ്ങളൊക്കെ തന്നെ തള്ളിക്കളയുകയാണ്. ഇസ്രായേൽ പറയുന്നത് ഇത് ഹമാസും അവരെ അനുകൂലിക്കുന്ന മറ്റ് പല സംഘടനകളും രാജ്യങ്ങളുമൊക്കെ ചേർന്ന് തങ്ങൾക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളാണ് എന്നാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇപ്പോൾ ഗാസയിൽ സംഭവിക്കുന്നത് ഇസ്രായേൽ താൽക്കാലികമായി ദിവസവും ഒരു 10 മണിക്കൂറോളം 3 മേഖലകളിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് അവർ ആ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. 120ഓളം ട്രക്കുകളാണ് ഇവിടേക്ക് കഴിഞ്ഞ ദിവസം എത്തിയത്. എന്നാൽ ഈ 120 ട്രക്കിന് ചുറ്റും ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടി ഭക്ഷ്യ വസ്തുക്കൾ തട്ടിയെടുത്തത് എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലിന് നേർക്ക് ഉയരുന്ന ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ഹമാസും അവരെ അനുകൂലിക്കുന്ന പല ഭീകര സംഘടനകളും ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളുമൊക്കെ അവിടെ എത്തുമ്പോൾ ഇവ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി പിന്നീട് അവർ കരിഞ്ചന്തയിൽ കൊള്ളവിലയ്ക്ക് വിൽക്കുന്നു എന്നാണ്. ഏതായാലും വിവിധ പാശ്ചാത്യ രാജ്യങ്ങൾ, അതായത് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെ ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനെ അനുകൂലിച്ച് ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേലും അമേരിക്കയും ഇതൊരു കാരണവശാലും അംഗീകരിക്കുന്നതുമില്ല. ഐക്യരാഷ്ട്ര സഭയുടെ ഒരു സമ്മേളനം ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ചേരുന്നുണ്ട്. പക്ഷേ അമേരിക്കയും ഇസ്രായേലും ഈ യോഗങ്ങൾ പങ്കെടുക്കുന്നില്ല. നേരത്തെ പുറത്തു വന്ന വാർത്തകളിലൊക്കെ തന്നെ പറഞ്ഞിരുന്നത് ഗാസയിൽ വലിയ തോതിലുള്ള പട്ടിണി മരണങ്ങൾ നടക്കുന്നുവെന്നാണ്. ഇത് പ്രധാനമായും പോഷകാഹാരക്കുറവ് കൊണ്ടാണ് സംഭവിക്കുന്നതെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ തന്നെ പിന്നീട് ഇസ്രായേൽ നിഷേധിക്കുകയായിരുന്നു. അതേസമയം ഇസ്രായേലിലെ 2 സംഘടനകൾ ഇസ്രായേലിനെതിരെ തന്നെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ ഗാസ ജനങ്ങളെ പട്ടിണിക്കിടുകയാണ് എന്നാണ് ഈ സന്നദ്ധ സംഘടനകൾ ആരോപിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ സർക്കാർ പറയുന്നത് വളരെ നേരത്തെ തന്നെ ഇവർ ഇക്കാര്യത്തിൽ ഇസ്രായേൽ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആളുകൾ തട്ടിക്കൊണ്ടു പോവുകയും വധിക്കുകയും ചെയ്തതിന് ശേഷം നിരന്തരമായി ഗാസയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട്. ഗാസയിലെ തീവ്രവാദ സംഘടനയായ ഹമാസ്, അവരുടെ കൂട്ടാളികളായ ഹിസ്ബുള്ളയും ഹൂതി മുതലും എല്ലാം തന്നെ തിരികെ ഇസ്രായേലിലേക്കും ആക്രമണം നടത്തുന്നുണ്ട്. ഇത് ഏതാണ്ട് ഇപ്പോഴും ഇത് ഒരു തീരുമാനമാകാതെ തുടരുകയാണ്. നിരവധി തവണ വെടിനിർത്തൽ ചർച്ച നടത്തിയെങ്കിൽ പോലും ഹമാസിൻ്റെ പിടിവാശി മൂലം ചർച്ചകൾ എങ്ങും എത്താതെ നീളുകയായിരുന്നു. ഇപ്പോഴും ഇസ്രായേൽ പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഹമാസ് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഹമാസിൻ്റെ കൈവശം ഉള്ള ഇസ്രായേലിൽ തട്ടിക്കൊണ്ടുവന്ന ബന്ദികൾ പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം സംശയമാണ്. അതുകൊണ്ടാണോ ഈ ചർച്ചകൾ ഒരിക്കലും ഒരു വിജയത്തിലേക്ക് എത്താൻ ഇവർ സമ്മതിക്കാത്തത് എന്നും ന്യായമായും സംശയം വരുന്നുണ്ട്. ഏതായാലും ഇസ്രായേൽ ഗാസയിലെ ജനങ്ങളെ പട്ടിണി കിടുന്നു എന്നുള്ള ആരോപണം കൂടുതൽ വ്യാപകമാകുമ്പോഴും ഇവിടേക്ക് ഭക്ഷ്യവസ്തുക്കളും വഹിച്ചുകൊണ്ടുള്ള ട്രക്കുകൾ നിരവധിയായിട്ടാണ് ഇപ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ അവരുടെ കൈവശവുമുണ്ട്. എങ്കിലും ഈ തുർക്കിഷ് TV പുറത്തുവിട്ട ദൃശ്യങ്ങൾ നമ്മെ ശരിക്കും ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്.